ഓം ശ്രീ ആഞ്ജനേയ നമ. MSc ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. ഞാൻ MS വിനീത്. ഇന്നത്തെ വീഡിയോയിൽ ഭദ്രയോഗം, ഹംസയോഗം എന്നിങ്ങനെയുള്ള പഞ്ചമഹായോഗത്തിലുള്ള രണ്ട് യോഗത്തെപ്പറ്റി പരിചയപ്പെടാം. കഴിഞ്ഞ വീഡിയോകളിൽ മാളവ്യ യോഗം, രുചകയോഗം, ശശമഹായോഗം ആ 3 യോഗങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യം ഭദ്രയോഗം പരിചയപ്പെടാം. ബുധൻ തൻ്റെ സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ അതുപോലെ ഉച്ചരാശിയിലോ നിൽക്കുകയോ, അതുപോലെ നിൽക്കുന്ന ബുധൻ ലഗ്നത്തിൻ്റെ കേന്ദ്രഭാവങ്ങളിൽ ഒന്നായി വരികയും വേണം. അങ്ങനെ വന്നാൽ അതിന് ഭദ്രയോഗം എന്ന് അനുമാനിക്കാം. ബുധൻ്റെ ഉച്ചരാശിയും മൂലക്ഷേത്രവുമായ കന്നിരാശി, അതുപോലെ ബുധൻ്റെ സ്വക്ഷേത്രങ്ങളായ കന്നിരാശിയും മിഥുനരാശിയും. അപ്പോൾ മിഥുനരാശിയിലോ കന്നിരാശിയിലോ ബുധൻ നിൽക്കണം. നിൽക്കുന്ന ബുധൻ ലഗ്നത്തിൻ്റെ കേന്ദ്രഭാവങ്ങൾ 1, 4, 7, 10 ഭാവങ്ങളിൽ ഒന്നായി വരികയും വേണം. അങ്ങനെ വന്നാൽ അതിന് ഭദ്രയോഗം എന്ന് പറയുന്നു. ഭദ്രയോഗത്തിൽ യോഗമുള്ള ഒരാൾ ശൗര്യമുള്ളവനും വളരെ പതിയെ നടക്കുന്ന ഒരാൾ, ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായി വളരെ പെർഫെക്ഷൻ അതോടുകൂടി ചെയ്യും. ബന്ധുമിത്രാദികൾക്ക് ഉപകാരമുള്ള ആൾ, അതുപോലെ വളരെയധികം ബഹുമാനം ലഭിക്കുന്ന ആൾ, ഒരുപാട് അറിവ്, ധനം, യശസ്, കീർത്തി അങ്ങനെയുള്ള യോഗഫലങ്ങളോടുകൂടി 80 വയസ്സ് വരെയാണ് ഈ യോഗത്തിന് ആയുസ് പറയുന്നത്. ഇതാണ് ഭദ്രയോഗം. അടുത്തത് ഹംസയോഗം. ഹംസയോഗം എന്ന് പറയുന്നത് വ്യാഴം അഥവാ ഗുരു, ഈ ഗ്രഹത്തിൻ്റെ സ്വാധീനം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു യോഗമാണ് ഹംസയോഗം. വ്യാഴം തൻ്റെ സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ ഉച്ചരാശിയിലോ നിൽക്കുന്ന വ്യാഴം ലഗ്നത്തിൻ്റെ കേന്ദ്രഭാവങ്ങളിൽ ഒന്നായി വരികയും വേണം. അപ്പോൾ നമുക്ക് വ്യാഴത്തിൻ്റെ ഞാനിപ്പോൾ പറഞ്ഞ ഏതൊക്കെ രാശികളാണെന്ന് പരിചയപ്പെടാം. വ്യാഴത്തിൻ്റെ മൂലക്ഷേത്രം, വ്യാഴത്തിൻ്റെ മൂലക്ഷേത്രമായ ധനുരാശി, അതുപോലെ വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രങ്ങളായ ധനുരാശിയോ മീനരാശിയോ വരാം. അതുപോലെ വ്യാഴം ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന രാശിയായ കർക്കിടക രാശിയിലും. അപ്പം മീനരാശിയോ ധനുരാശിയോ കർക്കിടക രാശിയോ ഈ 3 രാശികളിൽ എവിടെയെങ്കിലും വ്യാഴം നിൽക്കുകയോ, നിൽക്കുന്ന വ്യാഴം ലഗ്നത്തിൻ്റെ കേന്ദ്രഭാവങ്ങളിൽ ഒന്നായി വരികയും ചെയ്താൽ അതിന് ഹംസയോഗം എന്ന് പറയുന്നു. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു യോഗമാണ് ഹംസയോഗം. ഹംസയോഗത്തിൽ ജനിച്ച ഒരാൾ നല്ല ശാലീനത, സൗന്ദര്യമുള്ള ആൾ, അതുപോലെ നല്ല ദാമ്പത്യ ജീവിതം, ജീവിത പങ്കാളിയും നല്ല സുന്ദരി, അതുപോലെ ഈ യോഗമുള്ള ആൾ നല്ല ധനം, നല്ല വിദ്യ, ഇങ്ങനെയുള്ള ഗുണങ്ങളാൽ മറ്റുള്ളവരെ സഹായിക്കുന്ന വ്യക്തികൾ, ആർക്കും തിന്മ ചെയ്യാത്ത വ്യക്തി, എല്ലാവർക്കും നന്മ മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ഇതൊക്കെയാണ് ഹംസയോഗത്തിൻ്റെ പ്രത്യേകത. ഈ യോഗമുള്ള ജാതകൻ യോഗസിദ്ധിയോടുകൂടി 82 വയസ്സ് വരെ ആയുസ് കിട്ടുന്നതാണ്. ഇതാണ് ഹംസയോഗം.
പക്ഷെ ഒരു കാര്യം ഞാൻ ഈ കൂട്ടത്തിൽ പറയുന്നു. കേന്ദ്രഭാവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, 1, 4, 7, 10 കേന്ദ്രഭാവങ്ങൾ. പക്ഷെ ശുഭഗ്രഹങ്ങൾ കേന്ദ്രഭാവങ്ങളിൽ നിന്നുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ദോഷം നൽകും. അത് എങ്ങനെ എന്നറിയണ്ടേ? ശുഭഗ്രഹങ്ങളായ ബുധൻ, വ്യാഴം, ശുക്രൻ കേന്ദ്രഭാവത്തിൽ നിന്നാൽ മാത്രം പോരാ. പക്ഷെ നിൽക്കുന്ന ഈ ഗ്രഹങ്ങൾ സ്വക്ഷേത്രമല്ലാതെയോ അതല്ലെങ്കിൽ ബലഹീനനായോ നിൽക്കുകയോ ചെയ്താൽ അത് കേന്ദ്ര ആധിപത്യ ദോഷത്തിലേക്ക് കടക്കും. അപ്പോൾ ഈ യോഗമല്ല കിട്ടുക, കേന്ദ്ര ആധിപത്യ ദോഷം എന്ന് പറയും. ശുഭഗ്രഹങ്ങൾ കേന്ദ്രസ്ഥാനങ്ങളിൽ സ്വക്ഷേത്രമല്ലാതെ നിന്നാൽ അതിന് കേന്ദ്രാധിപത്യ ദോഷം വരും. അപ്പം ഫലം കിട്ടുന്നതിന് പകരം ശരിക്കും നെഗറ്റീവായിരിക്കും കിട്ടുക. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പം പഞ്ചമഹായോഗ സിദ്ധാന്ത പ്രകാരമുള്ള 5 യോഗങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലും ഈ വീഡിയോയിലുമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.